10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 3ാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പാഠത്തിന്റെ പേര് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഇത് ഒരു നാടകമാണ്. ഇത് എഴുതിയിട്ടുള്ളത് വയലാ വാസുദേവൻ പിള്ള എന്ന നാടകകൃത്താണ്. നമുക്ക് ഈ നാടകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ തന്നിരിക്കുന്ന ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു. അതായത് വസന്തം എന്ന് പറയുന്നത് പ്രകൃതിയെ മുഴുവൻ മനോഹരമാക്കുന്ന ഒരു ഋതുവാണ്. ഈ കാലത്ത് മനുഷ്യ മനസ്സുകളിലും അനുഭൂതിയും സന്തോഷവും ഉണ്ടാകുന്നു. ഇത് നമ്മുടെ മനുഷ്യ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ വിതയ്ക്കാൻ കാരണമാകുന്നു. ഈ ഋതുക്കൾ മാറിയാലും ഈ സ്വപ്നങ്ങൾ അവിടെ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്വപ്നങ്ങൾ പൂവിടുന്ന മണ്ണിലേക്ക് പുതിയ ആശകളും പ്രതീക്ഷകളും ആശയങ്ങളും പക്ഷിയെ പോലെ ചേക്കേറുന്നു. ഇതാണ് ഈ വാക്യത്തിന്റെ ആശയം. നമ്മുടെ പാഠം ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന പാഠഭാഗം ഒരു നാടകമാണ്. നാടകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. നാടകം എന്ന് പറയുന്നത് ഒരുപാട് ജീവിത സംഘർഷങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് നാടകം എന്ന് പറയുന്നത്. അതിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു ഇതിവൃത്തം ഉണ്ടായിരിക്കണം, കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം, അവരുടെ സംഭാഷണങ്ങൾ, അതുപോലെ ആദ്യന്തമുള്ള സംഘർഷം, ഇതൊക്കെ ചേർന്നാണ് ഒരു നാടകത്തിന് ജീവൻ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ നാടകത്തിന്റെ എല്ലാ സവിശേഷതകളും ചേർന്നിട്ടുള്ള ഒരു നാടകം തന്നെയാണ് ഈ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം. നമുക്കതിലേക്ക് ഒന്ന് കടക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അന്ധനായിട്ടുള്ള ഒരു പക്ഷിശാസ്ത്രക്കാരനുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരു വക്താവ് എന്ന് പറയാവുന്ന അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന സാമൂഹ്യ പരിവർത്തനത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന കുറച്ച് ആളുകളെ പ്രതിനിധീകരിക്കുന്ന പക്ഷികളുണ്ട്. ഒപ്പം തന്നെ അധികാരവർഗത്തെ പ്രതിനിധീകരിക്കുന്ന പാടത്തിന്റെ ഉടമ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ നാടകത്തിലുള്ളത്. നമുക്ക് പാഠപുസ്തകത്തിലേക്ക് കടക്കാം. വഴിവക്കിലെ അരയാൽച്ചോടാണ് സ്ഥലം. പുറകിൽ നിബിഡമായിരുന്ന വനം വെട്ടിത്തെളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചുറ്റും വെളുത്ത പൂക്കൾ. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ നിബിഡമായ ഒരു വനം വെട്ടിത്തെളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പിന്നിൽ കാണാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വനനശീകരണം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുമ്പോഴും പച്ചപ്പ് നിറഞ്ഞ ഒരു അരയാൽച്ചോട്, പച്ചപ്പ് നഷ്ടപ്പെടാത്ത ഒരു അരയാൽച്ചോടാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, നാടകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ ചുറ്റും വെളുത്ത പൂക്കൾ, അതൊരു നന്മയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെയോ ഒക്കെ പ്രതീക്ഷയായിട്ട് നമുക്ക് ആ പൂക്കളെ കാണാൻ കഴിയും. വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിന്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ, പക്ഷിവേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു. ചിലപ്പോൾ കൊക്കുരുമുന്നു. പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു. അന്ധൻ, തേജസ്സാർന്ന മുഖം, തന്റെ ചിറകിനുള്ളിലെ പക്ഷികളിൽ ഒന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു. അപ്പോൾ ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത് പക്ഷിശാസ്ത്രക്കാരനാണ്. അദ്ദേഹം അന്ധനാണ്, കാഴ്ചയില്ലാത്തവനാണ്. എങ്കിലും തേജസ്സാർന്ന, വളരെ തേജസ്സുള്ള ഒരു മുഖമാണ്. തൻ്റെ ചിറകിനുള്ളിലെ പക്ഷികളിൽ ഒന്നിനെ കാണാതെ പോയതിൻ്റെ ദുഃഖം, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന പക്ഷികളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷിശാസ്ത്രക്കാരൻ: കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒരു വിഷാദം നിറഞ്ഞ ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഈ നാടകത്തിന്റെ പ്രമേയം വളർന്ന് വികസിക്കുന്നത്. അതായത് കൂട്ടം തെറ്റി പറന്നുപോയ, അവിടെ നിന്ന് പറന്നുപോയ ഒരു കിളിയെ ഇതുവരെ കൂടണഞ്ഞിട്ടില്ല, തിരിച്ചെത്തിയിട്ടില്ല. ഒരു കിളി പിണങ്ങിപ്പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ, എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല. അപ്പം സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതാണ്. അപ്പൊ ഈ കൂട്ടത്തിലുള്ളവരെ ഒക്കെ ഉപേക്ഷിച്ച് അവന്റെ ചിറകും അരിഞ്ഞ് കളഞ്ഞ് അവൻ ഇറങ്ങിപ്പോയതാണ്. എന്നെങ്കിലും തിരിച്ചു വരും എന്നാണ് ഒരു പ്രതീക്ഷ. യഥാർത്ഥത്തിൽ ഒരു അധികാര മോഹം കൊണ്ടായിരിക്കാം ഉപേക്ഷിച്ചു പോയല്ലേ, അധികാര കൊതി കൊണ്ട് സ്വന്തം സമൂഹത്തെ തന്നെ വഞ്ചിച്ച് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രതീകമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷിശാസ്ത്രക്കാരൻ: പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു, അന്ധത ഏറി വരുംതോറും അകത്തു പ്രകാശം. അപ്പൊ ഈ വാക്കുകൾ ചില കാര്യങ്ങളൊക്കെ
അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു. പ്രായം കൂടുന്തോറും യഥാർത്ഥത്തിൽ മനുഷ്യന് സംഭവിക്കുന്നത് കാഴ്ച കുറവാണ് അല്ലേ, പക്ഷെ കൂടുതൽ കൂടുതൽ കാണാൻ കഴിയുന്നു. അപ്പൊ അറിവിന്റെ ഒരു പ്രകാശം അല്ലെ, ഉള്ളിലുള്ള അറിവ് പ്രായമേറും തോറും കൂടുതലായി വരുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അറിവിന്റെ ഒരു പ്രകാശമാണ്. അന്ധതയേറി വരുന്തോറും ഉള്ളില് ഉൾക്കാഴ്ച കൂടുന്നു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. കിളികൾ, അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ. അവൻ വരും എന്നെങ്കിലും എൻ്റെ അന്ത്യം കാണാനെങ്കിലും കിളികളെല്ലാം ഉത്തരമെന്നവണ്ണം ചിലയ്ക്കുന്നു. കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ, ഞാനും തളർന്നു. ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറഞ്ഞില്ലേ, ഓർമ്മയിൽ ആഹ്ലാദിച്ച് എവിടെയെല്ലാം പോയി. ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തെളിനീർ തടാകത്തിലെ കിളികളെല്ലാം തത്തിത്തത്തി അയാൾക്ക് അടുത്തെത്തുന്നു. ആഹ്ലാദപൂർവ്വം ചിറകു വിടർത്തി ആടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു. സാഗരങ്ങൾ 7 കടന്നു, സാഗരം എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ 7 കടന്നു, എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ. നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ പർദീസയിൽ ഉറങ്ങി. പട്ടിണിക്കാരന്റെ അത്താഴമുണ്ടു, ഒഴിഞ്ഞ പാത്രത്തിൽ ഒരു ചീരയില, നമുക്കത് മൃഷ്ടാന്ന ഭോജനം. കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്നോണം കേൾക്കുന്നു. പാവങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ജീവിത ദർശനമാണ് പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് എല്ലാ കിളികളും കുറച്ച് ക്ഷീണിതരാണ്. ഒരുപാട് അവർ പറന്നു കഴിഞ്ഞു. ആ ഓർമ്മയിൽ അവർ ആഹ്ലാദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ആ കിളികളൊക്കെ തത്തി ആ പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എവിടേക്കാണ് പോയത്? തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തെളിനീർ തടാകത്തിൽ കുളിച്ച് അങ്ങനെ ആഹ്ലാദപൂർവ്വം സന്തോഷത്തോടുകൂടി ചിറകു വിടർത്തിയാടി അവരങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. സാഗരങ്ങൾ 7 കടന്നു, എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലെന്നുള്ള ദുഃഖം അതിൻ്റെ ഇടയ്ക്കുണ്ട്. നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും. അപ്പൊ നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞു, ഭാവിയെ പ്രവചിക്കുകയാണ്. ഭാവിയെ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ പ്രവചിച്ച് അതുപോലെ തെണ്ടികളുടെ പർദീസയിൽ ഉറങ്ങി, നാടോടികളുടെ സ്വർഗത്തില് വീണുറങ്ങി. പട്ടിണിക്കാരന്റെ അത്താഴമുണ്ടു. പട്ടിണിക്കാരന്റെ അത്താഴം എന്ന് പറയുമ്പോൾ അവിടെ വിശക്കുന്നവന്റെ അധ്വാനിക്കുന്നവന്റെ ഒക്കെ ഒപ്പമാണ് ഇവരുടെ ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പാവപ്പെട്ടവന്റെ അന്നം പങ്കിട്ട് കഴിച്ച് നേടിയ ഒരു കരുത്താണ് അവർക്കുള്ളത്. അപ്പോൾ അത്താഴമുണ്ടു, ഒഴിഞ്ഞ പാത്രത്തിൽ ഒരു ചീരയില. ഇത് നമ്മുടെ ഒരു പുരാണ കഥയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഒഴിഞ്ഞ പാത്രത്തിൽ ഒരു ചീരയില എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് പാഞ്ചാലിക്ക് കിട്ടിയതാണ് അക്ഷയപാത്രം. അപ്പൊ ആ അക്ഷയപാത്രത്തില് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാഞ്ചാലിക്കും പാണ്ഡവർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഭക്ഷിക്കാനുള്ള ഇത് ആ അക്ഷയപാത്രത്തിൽ ലഭിക്കും. പക്ഷെ പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്ക് ഭക്ഷണം ഉണ്ടാവില്ല. എന്നാൽ ഒരിക്കല് ദുർവാസാവും കൂട്ടരും പാഞ്ചാലിയുടെ സമീപം പാണ്ഡവരുടെ അടുത്ത് ഭക്ഷണത്തിനായി എത്തിയപ്പോൾ പാഞ്ചാലി വരെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം ദുർവാസാവ് പെട്ടെന്ന് കോപിക്കുന്ന ആളാണല്ലോ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വളരെ ദുഃഖിതയായിത്തീർന്ന പാഞ്ചാലി സഹായത്തിനായിട്ട് കൃഷ്ണനോട് അപേക്ഷിക്കുന്നു. കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നു. ഇത് പാഞ്ചാലിയുടെ ആ അക്ഷയപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അതിലൊരു ചീരയില ഉണ്ടായിരുന്നു. ആ ചീരയില കൃഷ്ണൻ ഭക്ഷിക്കുകയും അങ്ങനെ കൃഷ്ണൻ ചീരയില ഭക്ഷിച്ചതോടുകൂടി ദുർവാസാവിനും കൂട്ടർക്കും, അതായത് വിരുന്നുകാർക്കും കൂടെ ഭക്ഷണം കഴിച്ച് സംതൃപ്തി ലഭിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ആ പുരാണത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൃഷ്ടാന്നം, നമുക്ക് സമ്പൂർണമായ വിശപ്പിനെ ഇല്ലാതാക്കാനായിട്ടുള്ള സമ്പൂർണ്ണ ഭോജനമായി, അതാണ് ആ പാവപ്പെട്ടവന്റെ കൂടെയുള്ള ഭക്ഷണം. കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്നവണ്ണം കേൾക്കുന്നു. ഒരു കിളി വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു, എന്നിട്ടും തളരാതെ പറന്നു. അപ്പൊ പ്രതിബന്ധങ്ങളില്ലാതെ അല്ല ഇവരിങ്ങനെ നടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പറന്നു പോകുന്നത്. എന്നിട്ടും തളരുന്നില്ല. ആ അതിജീവനം, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, മുന്നോട്ട് കുതിക്കണം എന്നുള്ള ചിന്ത അവരിലുണ്ട്. പക്ഷിശാസ്ത്രക്കാരൻ ഉദയകിരണങ്ങളെ പോലെ, പ്രഭാതരശ്മികളെ പോലെ ഒടുവിൽ കൂടെത്തി. പക്ഷേ എവിടെ ചേക്കേറും? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ചുറ്റും നടന്ന് ഈ വെളുത്ത പൂക്കൾ മാത്രം. അപ്പൊ എവിടെയാണ് ചേക്കേറുക? ഒടുവിൽ കൂടണഞ്ഞു, പക്ഷെ അവിടെ കൂടില്ല.
എവിടെയാണ് ചേക്കേറുക? അന്യമാക്കപ്പെട്ട ആവാസ വ്യവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പോയിട്ട് പറന്ന് എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ചേക്കേറാനൊരു കൂടില്ലാത്ത അവസ്ഥ. അവിടെ എന്താണുള്ളത്? വെളുത്ത പൂക്കൾ മാത്രം. അപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം അല്ലേ അവിടെ ഉണ്ട്. ഒരു വെളുത്ത പൂക്കൾ പ്രതീക്ഷയെയാണ് സൂചിപ്പിക്കുന്നത്. കിളികൾ, വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ. പക്ഷിശാസ്ത്രക്കാരൻ, അതെ, വാരിക്കൂട്ടാൻ മറന്നുപോയവർ, വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ, എന്നിട്ടും വിശക്കുന്നു. കിളികളുടെ കരച്ചിൽ. എന്താണ് മാർഗം? എവിടെ താവളം? കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം. വാരിക്കൂട്ടാൻ മറന്നുപോയവർ എന്താണ്? നമുക്കറിയാലോ, പക്ഷികൾ അങ്ങനെ വാരിക്കൂട്ടുന്നവരല്ല, വാരിക്കൂട്ടാൻ മറന്നുപോയവരാണ്. അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അന്നത്തേടം കഴിയാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്, നാളേക്കൊന്നും സമ്പാദ്യമില്ലാത്തവരാണ്. അങ്ങനെയും ഒരു വിഭാഗം ഉണ്ടല്ലോ മനുഷ്യരുടെ ഇടയിലും. അപ്പോൾ വിതയ്ക്കാൻ മണ്ണില്ലാത്തവരാണ്. എപ്പോഴും നമ്മൾ പറയും അല്ലെ, ഭൂമിയുടെ മക്കൾ എന്ന് പറയുമ്പോൾ, പക്ഷേ ഭൂമിയുടെ മക്കളായിരിക്കുമ്പോഴും ഒരു തരി മണ്ണ് പോലും വിതയ്ക്കാനില്ലാത്ത ഒരു വിഭാഗവും ഇവിടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പറയുന്നത്. എന്നിട്ടും വിശക്കുന്നു. ഭൂമിയില്ലെന്ന് വെച്ച് അല്ലെങ്കിൽ വിതയ്ക്കാനൊന്നുമില്ലെന്ന് വെച്ച് മനുഷ്യന് വിശക്കാതിരിക്കില്ലല്ലോ അല്ലെ. ജീവജാലങ്ങൾക്കെല്ലാം വിശപ്പുണ്ട്. കിളികളുടെ കരച്ചിൽ. എന്താണ് മാർഗം? എന്താണ് വഴി? എവിടെ താവളം? എവിടെയാണ് നമ്മൾ ഒന്ന് ചിറക് ഒതുക്കി എവിടെയാണ് വിശ്രമിക്കുന്നത്? കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം. എവിടെയാണ് മോചനം? എവിടെയാണ് എനിക്ക് ഭക്ഷണം? അല്ലെ, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എവിടെയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം? എവിടെയാണ് ഞങ്ങൾ തലചായ്ക്കേണ്ടത്? ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കിളികൾ, അടുത്തെങ്ങാനും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ. എല്ലാവരും ആൽത്തറയിൽ കയറി നിന്ന് കഴുത്തു നീട്ടി നാലുപാടും നോക്കുന്നു. എവിടെയെങ്കിലും ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു വക ഉണ്ടാകുമോ എന്നാണ് ചിന്ത. പക്ഷിശാസ്ത്രക്കാരൻ അതാ അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി. ആ കുന്നിൻപുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പോകിൻ, കൊത്തി നുണയ്ക്കിൻ, അന്തിക്ക് മുൻപേ ചേക്കേറണം. അപ്പം പക്ഷിശാസ്ത്രക്കാരൻ അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ് അകലെ കുന്നിൻപുറത്ത് വിളഞ്ഞു കിടക്കുന്ന കതിർക്കുലകൾ. അപ്പോൾ ആ പക്ഷികളെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ പോകിൻ, എന്നിട്ട് എന്താണ് അത് ആവശ്യം പോലെ കൊത്തി തിന്നുവിൻ, എന്നിട്ട് അന്തിക്ക് മുമ്പേ ചേക്കേറണം, സന്ധ്യയാകുന്നതിന് മുമ്പേ മടങ്ങി വരണം. അപ്പൊ അതൊരു ആഹ്വാനമാണ് അല്ലെ. അതായത് അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ, നമ്മൾ അധ്വാനിക്കുന്നു, മണ്ണിൽ അധ്വാനിക്കുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കാനുള്ള ഒരു അവകാശം കൂടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു കിളി, അത് ആരുടേതാ? പക്ഷിശാസ്ത്രക്കാരൻ, ഈ ഭൂമി ആകെ നമ്മുടേത്. വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരിനെല്ല് 1000 മേനി വിളഞ്ഞു നിൽക്കുന്നു, ചന്തമുള്ള കതിർക്കുലകൾ. ഇത് ആർക്കും വേണ്ടി വിതച്ചതല്ല അല്ലെ. ഈ ഭൂമിയാകെ നമ്മുടേതാണ്. വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ചതാണ്, പക്ഷികൾക്കായി വിതച്ചതാണ് ഈ വരിനെല്ല്. 1000 മേനി വളർന്നു നിൽക്കുകയാണ്. അത് എത്ര വേണമെങ്കിൽ അത് കൊത്തി തിന്നാവുന്നതേ ഉള്ളൂ. ചന്തമുള്ള കതിർക്കുലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കിളികൾ, അതെ, പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി ചൂളം വിളിച്ച് കളിക്കുന്നു. തെന്നൽ കാറ്റിൽ ഇങ്ങനെ പഴുത്ത കതിർക്കുലകൾ തലയാട്ടി നിൽക്കുകയാണ്. പക്ഷിശാസ്ത്രക്കാരൻ, നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരിൻ, പോയി വരിൻ, കൊണ്ടുവരിൻ, നിങ്ങൾ വിതച്ചത് കൊയ്തുവരിൻ, ആനന്ദ നൃത്തം ചെയ്യുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി അല്ലെ. അവർക്ക് വേണ്ടി വിശപ്പ് കൊണ്ടവര് പരവശരായി മാറിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ കതിർക്കുലകൾ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ പക്ഷിശാസ്ത്രക്കാരനും സന്തോഷമായി. പോവുക, നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാട്ടരുവിയുടെ കളകളാരവമൊക്കെ കേട്ട്, കളകള ശബ്ദമൊക്കെ കേട്ട് പറന്നുയരുവിൻ, പോയി വരിൻ, എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിതച്ചത് കൊയ്യുക. നിങ്ങൾ വിതച്ചത് നിങ്ങൾ അതിന്റെ അവകാശികളും കൂടിയാണ്. നിങ്ങൾക്ക് ഭൂമി നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ അതിൽ വിതയ്ക്കുന്നതും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് അവരെ, നിങ്ങൾ പോയി വരൂ, കതിർക്കുലകൾ കുത്തി ആവശ്യത്തിന് വിശപ്പടക്കിയിട്ട് വരാനായിട്ട്. എന്നിട്ട് ആനന്ദ നൃത്തം ചെയ്യുന്നു. കിളികൾ, പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ, അപ്പൊ അവർക്കൊരു ഭയമുണ്ട്, എവിടെയെങ്കിലും കെണി വെച്ചിട്ടുണ്ടെങ്കിലോ, പാടത്തിന്റെ ഉടമ ഇതറിഞ്ഞാലോ, പക്ഷികൾ കൂട്ടമായി വന്നിങ്ങനെ കതിർക്കുലകൾ കൊത്തിക്കൊണ്ടു പോകുന്നതറിഞ്ഞാലോ. പക്ഷിശാസ്ത്രക്കാരൻ, ഈ മലയോരത്ത് കെണി വെക്കുന്നത് ആര്? നോക്കത്താത്ത നീലിമയാർന്ന വനം, അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി, വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ. കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്ന് വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റുമിരിക്കുന്നു. അപ്പൊ അവർക്കൊരാശ്വാസമായി, വിശപ്പിനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയല്ലോ. പക്ഷിശാസ്ത്രക്കാരൻ പറയുകയാണ്, ആരാണ് നമ്മളെ കെണിവെച്ച് പിടിക്കാൻ പോകുന്നത്? നോക്കത്താത്ത നീലിമയാർന്ന വനമാണ് അല്ലെ. അവിടെ അതിനും അപ്പുറമാണ് നമുക്കായി വിതച്ച നെന്മണി, വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുമുണ്ട്.
അപ്പോൾ അവിടേക്ക് പോകണം എന്ന്. മക്കളെ പോകിൻ, എനിക്കൊരു ചാൺകൂടി പറക്കാനാവതില്ല, ഞാൻ ആകെ തളർന്നു. ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞു പോരണം. ഇനി ഒരല്പം കൂടി പറക്കാനുള്ള ശേഷി തനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി വരിക, നിങ്ങൾ വിശപ്പടക്കി വരിക. അവിടെ വെള്ളം, കാട്ടരുവി, മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്ന് ഒന്ന് നോക്കി വരണം എന്ന് പറഞ്ഞു. കിളികൾ, കാട്ടരുവിയിൽ നനവുണ്ട്, ചെറുകൊക്കൊന്നു നനയ്ക്കാൻ ജലമുണ്ട്. പക്ഷിശാസ്ത്രക്കാരൻ, എങ്കിൽ തളരാതെ പറന്നുയരിൻ. ഇനിയിപ്പോ ഒന്നും ആലോചിച്ച് നിൽക്കണ്ട, വേഗം പറന്നുയരുക. കുഞ്ഞിച്ചിറക് വിടർത്തി പറക്കുവിൻ. പെരുവഴിയിൽ ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ. അവിടെ ഒരു ഐക്യത്തിന്റെ ഒരു ആഹ്വാനമുണ്ട് അല്ലെ. പെരുവഴിയില് ഇരുളാണെങ്കിലും ഒന്നിച്ചു പറന്നാൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ ആ ഐക്യം കൊണ്ട് സാധിക്കും എന്നൊരു സൂചന അവിടെ ലഭിക്കുന്നുണ്ട്. മിന്നി മിനുങ്ങും ഹൃദയത്തിൻ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. അപ്പൊ ഹൃദയത്തിന്റെ വെളിച്ചം തന്നെ അവർക്കൊരു വഴികാട്ടിയാണ് അല്ലെ. ആ നന്മയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ, ഐക്യത്തിന്റെ, പങ്കിടുന്നതിന്റെ ഒക്കെ ഒരു വെളിച്ചം അവരുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് തന്നെ അവർക്ക് ആ വഴിയിലെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് പോകാൻ അവർക്ക് വഴികാട്ടിയായി തീരും, വെളിച്ചമായി തീരും. കിളികൾ, എന്തൊരു ചൂട്, ചിറകെല്ലാം കരിയുന്നു, മനം ഉരുകുന്നു. കിളികൾ പറയാണ് അതിഭയങ്കരമായ ചൂടാണ്. കാരണം എന്താണ്? വനം വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്, മരങ്ങളില്ലാതായിരിക്കുകയാണ്. ആ അവരുടെ ചിറകെല്ലാം കരിയുന്ന പോലത്തെ ചൂടാണ് അനുഭവപ്പെടുന്നത്. മനം ഉരുകുകയാണ്, അവർക്കതിലുള്ള വേദനയാണ്. മനം ഉരുകുന്നു. ചൂട് കൊണ്ട് മാത്രമല്ല, അവരുടെ ഉള്ളിലെ താപം അല്ലെ, വേദന, സങ്കടം, ഇതൊക്കെയാണ് ആ മനസ്സ് ഉരുക്കുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ, എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയത് ആരായിരിക്കും? നമ്മുടെ താവളത്തിന്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ. ആരായിരിക്കും നമുക്ക് ഈ തണലേകിക്കൊണ്ടിരുന്ന ഈ വനം വെട്ടി നശിപ്പിച്ചത്? നമ്മുടെ താവളത്തിന്റെ വേര് തോണ്ടുന്ന, അവരുടെ ആ പാർപ്പിടത്തിന്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ. എന്താണ് അവരുടെ ആവശ്യം? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വർഗം, ഒരു കൂട്ടം. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നിനെയും, പ്രകൃതിയെ അല്ല എന്തിനേയും പണയം വെക്കാൻ മടിക്കാത്ത ഒരു കൂട്ടം ആളുകൾ, അവരെ രാക്ഷസന്മാര് എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ സൂചിപ്പിക്കുന്നത്. ഒരു കിളി, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. കിളികൾ, അതെ, കൂരമ്പുമായി, കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ, നമ്മെ പിളർക്കുവാൻ, നമ്മെ വിഴുങ്ങുവാൻ. ആ പരിസ്ഥിതിയുടെ വേര് തോണ്ടുന്ന ആ രാക്ഷസന്മാരാണ്. കൂരമ്പുമായിട്ട്, അമ്പുമായിട്ട്, ക്രൂരമായി മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള അമ്പുമായിട്ടാണ് അവർ നടക്കുന്നത്. അവരുടെ നോട്ടം വളരെ കൂർത്തതാണ്. ഇരുളത്തിഴഞ്ഞു നടക്കുകയാണ് അവർ, പതുങ്ങി പതുങ്ങിയാണ് നടക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മെ പിളർക്കുവാൻ, നമ്മെ വിഴുങ്ങുവാൻ. പക്ഷിശാസ്ത്രക്കാരൻ, അവന്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ, വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ. കിളികളോട്, നിങ്ങൾ അവന്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ. എന്റെ പൊന്നും കുടങ്ങളെ, ഈ നനുത്ത അടിവയറിൽ അവന്റെ വിഷമുനയേറ്റാൽ ഒരിക്കലും നിങ്ങൾ അവന്റെ കൺമുമ്പിൽ ചെന്ന് പിടരുത് എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ കിളികൾക്ക് നൽകുന്ന ഉപദേശം. അവൻ എന്താണ്? അവൻ കാത്തിരിക്കുകയാണ് അവന്റെ അത്താഴത്തിന് രുചി കൂട്ടാൻ. അവന്റെ സ്വാർത്ഥതയാണ് അവിടെ കാണുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിരുന്നിന് വിഭവങ്ങൾ കൂട്ടിയിട്ട് അവന് സൽകീർത്തിയാണ്, അങ്ങനെയാണ് അവൻ സൽകീർത്തി സമ്പാദിക്കുന്നത്. അതുകൊണ്ട് അവന്റെ വഴിയിൽ ചെന്നുപെടരുത്. കിളികൾ, ഇല്ല, ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഒരു കിളി, ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ അവനും കുളിർമ നൽകും. അപ്പൊ ഈ പൊരിവെയിലിൽ ഞങ്ങൾ അവനും, അതായത് നമ്മുടെ ശത്രുവിനും തങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ കുളിർമ നൽകുമെന്ന് പറയുന്ന പക്ഷികള് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളൂരിന്റെ ഒരു കവിതാശകലം ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇറുപ്പവനും മലർഗന്ധമേവും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാരപ്രവണം പ്രപഞ്ചം എന്ന ഉള്ളൂരിന്റെ കവിതാശകലം നിങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുക. കാരണം മരങ്ങള് വെട്ടാൻ ചെല്ലുന്നവനും തണലേകുന്നതാണ് അല്ലെ. പക്ഷിയെ പിടിക്കാൻ ചെല്ലുന്നവൻ ഉപദ്രവിക്കുന്നവനും ആ പാട്ടുപാടല് അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന കുമാരനാശാന്റെ വരികളും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ അവനും കുളിർമയേകും എന്നാണ് ഇവിടെ പക്ഷികൾ പറയുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ, നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. കൊള്ളർക്കാർ മരം വെട്ടിക്കേറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂട്ടി. ഒടുവിൽ ഈ ഒറ്റമരത്തിലെത്തി. ഇപ്പോൾ അതിന്റെ കമ്പും വെട്ടിത്തുടങ്ങി. അപ്പൊ ഇത് തന്നെയാണ് പക്ഷിശാസ്ത്രക്കാരനും അവരോട് പറയാനുള്ളത്. നമ്മളെ ദ്രോഹിക്കുന്നവർക്കും പോലും നമ്മള് തണലേകുക എന്ന ഒരു
ഒരു ഒരു ദർശനം. അതാണ് പക്ഷിശാസ്ത്രക്കാരന് പറയാനുള്ളത്. കൊള്ളക്കാർ മരം വെട്ടി കയറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി ഒടുവിലി ഒറ്റ മരത്തിലെത്തി. ഇപ്പോൾ അതിന്റെ കമ്പും വെട്ടിത്തുടങ്ങി. ഒരു കിളി, ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാൻ എത്തുമ്പോൾ ഇതും വേരറ്റ് വീണിരിക്കും. അപ്പൊ ഉടനെ ഇനിയും അടിക്കടി ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും. അതിന്റെ സൂചനകളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. കിളികൾ പിന്നെ നമ്മൾ എവിടെ കൂടുകിട്ടും? പക്ഷിശാസ്ത്രക്കാരൻ ആലോചിച്ച പ്രവാചകനെ പോലെ അലറുന്ന കടലിൽ തിരയ്ക്കുമുകളിൽ. എന്താണ്? വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്നവനാണ്. പ്രവാചകനെ പോലെ പ്രവചിക്കാൻ കഴിവുള്ളവനാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഇനി എവിടെയാണ് കൂടുകൂട്ടാൻ പോകുന്നത്? മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു, നമുക്ക് ചേക്കേറാൻ ഒരു ചില്ല പോലും ഇല്ലാതെയായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അലറുന്ന കടലിൽ നമ്മൾ കൂടുകൂട്ടും, തിരയ്ക്കു മുകളിൽ കൂടുകൂട്ടും എന്നാണ് പറയുന്നത്. എന്തായാലും അതിജീവനം അത് കൂടിയേ കഴിയും. കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി നിന്നെ പാടി ഉറക്കും ഞാൻ, നിന്നിൽ അലിഞ്ഞു മയങ്ങും ഞാൻ എന്ന് വളരെ സന്തോഷപൂർവ്വം ആത്മവിശ്വാസത്തോടെ കൂടി പാടുകയാണ് ഒരു കിളി ആലോചനയിൽ. അപ്പോൾ കടലിളകി കൂടുപൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ, നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? പക്ഷി ശാസ്ത്രക്കാരൻ മറുപടി എന്നവണ്ണം, അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരി ആണ്ട് കഴിഞ്ഞുണരും ഞാൻ, മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിൻ ഉറവായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ. എന്തായിരുന്നാലും പരാജയപ്പെട്ട് പിൻവാങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എവിടെയാണെങ്കിലും നമ്മൾ അതിജീവിക്കും. കിളികൾ ഹായ് വിണ്ണിൻ മക്കൾ. ആ വിണ്ണിന്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോൾ അതിഭയങ്കരമായ ഒരു സന്തോഷം ആ പക്ഷികൾക്കുണ്ടാവുകയാണ്. കിളികൾ എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ. അപ്പൊ ഈ ഭാവനയും കൽപ്പനയും കൊണ്ട് വിശപ്പ് ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ, അവർക്ക് ഭക്ഷണം കൂടിയേ തീരൂ. ഇങ്ങനെയൊക്കെ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ചാലും അവർക്ക് വിശപ്പ് അടക്കാൻ കഴിയുന്നില്ല. പക്ഷിശാസ്ത്രക്കാരൻ എനിക്കും വിശക്കുന്നു, ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി പോയി വരിൻ കൊയ്തുവരിൻ, നമ്മൾ വിതച്ചത് കൊയ്തുവരിൻ. അങ്ങനെ അധ്വാനത്തിന്റെ ഫലം നേടിയെടുക്കാനായിട്ട് അവരെ ആഹ്വാനം ചെയ്ത് അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ് ആ പക്ഷിശാസ്ത്രക്കാരൻ ആ കിളികളെ. കിളികൾ നമുക്ക് പോയി വരാം. പക്ഷിശാസ്ത്രക്കാരൻ അന്തിച്ചോപ്പ് കാണുന്നതിന് മുമ്പ് കൂടെത്തണം, പാടത്തിനുടമയെ കണ്ടാൽ. അപ്പോൾ ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ സൂചന അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തു ചെയ്യും പാടത്തിന്റെ ഉടമയെ കണ്ടാൽ? ഒരു കിളി, നമുക്ക് വട്ടമിട്ട് അയാൾക്ക് ചുറ്റും പറന്ന സ്വർണ്ണ കിരീടം കൊത്തിയെടുത്ത് പൊങ്ങിപ്പറക്കാം. കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നാൽ ആ പാടത്തിന്റെ ഉടമയെ കൊത്തി രക്തം വാർന്ന് വീണ് അയാൾ മരിക്കട്ടെ എന്നാണ് അവരുടെ ചിന്ത. അതുപോലെ വേണമെങ്കിൽ അയാൾക്ക് ചുറ്റും വട്ടമിട്ട് പറന്ന ആ സ്വർണ്ണ കിരീടം കൊത്തിയെടുക്കാം. സ്വർണ്ണ കിരീടം എന്ന് പറയുന്നത് എന്താണ്? മുതലാളിത്തത്തിന്റെ, ജന്മത്വത്തിന്റെ, പ്രഭുത്വത്തിന്റെ കിരീടമാണ് അയാൾ വെച്ചിരിക്കുന്നത്, അല്ലെ? അത് വേണമെങ്കിൽ നമുക്ക് കൊത്തിയെടുത്ത് പറക്കാം, അല്ലെങ്കിൽ അയാളെ കൊത്തി കൊല്ലാം. ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രജ്ഞൻ അയ്യോ വേണ്ട, എന്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട, വേണ്ട. അഹിംസയുടെ പാഠമാണ് അവർക്ക് അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നത്. രക്തച്ചൊരിച്ചില് ഒന്നിനും ഒരു പരിഹാരമല്ല, ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. കിളികൾ ഞങ്ങൾ എന്തു ചെയ്യണം? പക്ഷിശാസ്ത്രക്കാരൻ കതിർമണി കൊത്തിക്കൊണ്ടുവരിൻ, പാടും കിളികൾക്ക് വരുന്നെല്ല് നൽകി സ്തുതി പാടുവിൻ, എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ. കിളികൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കലപില ശബ്ദമുണ്ടാക്കുന്നു. അതുവരെ ഞാനിവിടെ ഇരിക്കും ഈ ആകാശത്തിന് കീഴിൽ. ഭൂമി ഇത്തിരി മണ്ണല്ലേ, അത് നമുക്കല്ലേ? കിളികൾ അതെ അതെ എന്ന് പറഞ്ഞ് ചിറക് വിടർത്തി തത്തി കളിക്കുന്നു. വൈകരുത്, വരാൻ വൈകരുത്, ഞാൻ ഈ കാട്ടിലൊരിടത്തുണ്ടാവും, ഒറ്റയ്ക്ക് ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും. പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് അപ്പോഴും അടിക്കടി ആ കൂട്ടം തെറ്റിപ്പോയ കിളിയെ കുറിച്ചുള്ള ചിന്ത പക്ഷിശാസ്ത്രക്കാരനിലേക്ക് കടന്നു വരുന്നുണ്ട്. കിളികൾ ഞങ്ങൾ എളുപ്പം വരാം, പറന്നുയർന്നു പോകുന്നതായി ഭാവിക്കുന്നു അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ. പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി നിന്ന് ചിറകു വെച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ ഉയർന്ന തലത്തിൽ കയറി നിന്നിട്ട് അവർ പാടത്തിന് ഒത്ത നടുക്കെത്തട്ടെ, പറന്ന താണ് കൊത്തട്ടെ, ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം. പുറകുവശത്തേക്ക് തപ്പി പോകുന്നു. അപ്പോൾ പുതിയ ആശയങ്ങൾ, ചിറകുവെച്ച ചിന്തകൾ, പുതിയ ആശയങ്ങളുമായിട്ട് പക്ഷികൾ പറന്നു പോവുകയാണ്. പുതിയ ആശയവും ആയിട്ട് അവര് പറന്നു പോകണം. അതുപോലെ സുരക്ഷിതരായിട്ട് തീപിടിച്ച സ്വപ്നങ്ങളുമായിട്ട്, അല്ലെ, അത് വളരെ സജീവമായ സ്വപ്നങ്ങളുമായിട്ട്, അല്ലെങ്കിൽ പുതിയ ജീവിതത്തിനെ ജ്വലിപ്പിക്കുന്ന സ്വപ്നങ്ങളുമായിട്ട് അവർ തിരിച്ചു വരണം. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിനായിട്ട് പുറകുവശത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഈ പാഠഭാഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.